ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി മണ്ണ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആ അമ്മക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി ഓടാൻ പറ്റുമോ? ഈ വീടിൻ്റെ മേലെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ആൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വന്ന് വീണിട്ട് ഈ ചെയ്തു തരാമെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇപ്പം എന്നാൽ തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി എന്നാ ചെയ്യാമെന്നും അറിയില്ല. ബാക്കി ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇടിയാനുണ്ട്. അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റോഡടക്കം ഇങ്ങോട്ട് വരും. കരിങ്കല്ലിൻ്റെ മേലെയുള്ളത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇനി റോഡ് അടക്കം അമർന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യും. കച്ചേരിക്കടവ് വളവുപാറ റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂക്ഷമാകുന്നു. റോഡിന് താഴ്ഭാഗത്തായി 15 അടിയോളം താഴ്ചയിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് ജീവന് ഭീഷണിയായ അവസ്ഥയിൽ കഴിയുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂലം മുൻപ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും മഴ തുടങ്ങിയതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുകയാണ്. മൊട്ടമേൽ ചന്ദ്രോത്ത് റുക്കിയയുടെ വീടിന്റെ പിൻഭാഗത്ത് ഇതിനകം മണ്ണ് വ്യാപകമായി ഇടിഞ്ഞു തുടങ്ങി. റോഡിന്റെ വശങ്ങൾ പൂർണ്ണമായും ഇടിഞ്ഞ് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. നമ്മൾ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ഈ കെട്ട് ഇവിടെ ഇങ്ങനെ ഇടിയാൻ തുടങ്ങിയത്. മൊത്തം എന്ന് വെച്ചാൽ കിടുകിടാന്ന് പറഞ്ഞ ഭൂമി കുലുങ്ങി വീട് വരെ കുലുങ്ങുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായത്. റോഡ് പണിയുടെ സമയത്ത് ആ വണ്ടി വന്ന് അമർത്തിയിട്ട് അങ്ങനെയാണ് ഇതുവരെ ഇടിയാത്ത മുതൽ ഇങ്ങോട്ട് മൊത്തം ഇടിഞ്ഞ് വന്ന് ഇങ്ങോട്ട് വീഴുകയും ചെയ്ത്. അതിനുശേഷം മെമ്പറെ വിളിച്ച് പറഞ്ഞ് മെമ്പർ വന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട നോക്കാം അവരെ പണിക്കാരെയൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. വിളിച്ച് പറഞ്ഞിട്ട് അവർ പറഞ്ഞ മണ്ണും സാധനം പൊയ്യും എല്ലാം ഇവിടെ ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വില്ലേജ് ഓഫീസറെ കൂട്ടി കൊണ്ടുവന്ന് കാണിച്ച് അവരും വന്ന് നോക്കിയിട്ടൊക്കെ പോയി. എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് മണ്ണ് കോരാനും നമുക്ക് തൊഴിലുറപ്പുകാരെ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ തൊഴിലുറപ്പുകാരെയൊന്നും വിട്ടു തന്നിട്ടൊന്നുമില്ല. ഞാൻ തന്നെ അത് കോരുകയൊക്കെ ചെയ്ത് മൊത്തം മാറ്റിയത്. 250 കൊട്ട മണ്ണുണ്ടായിരുന്നു. മൊത്തം ഞാൻ തന്നെ ഒറ്റക്ക് കോരി മാറ്റി ചെയ്ത്. ഇപ്പം എന്നിട്ട് അത് കൊട്ടു അവർ കോരി മണ്ണ് മാറ്റി ഒന്നും അവർ ചോദിക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മെമ്പർ പറഞ്ഞ് നമുക്ക് നോക്കാം, മെമ്പർ വോട്ടിൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ടി വന്നേരം പറഞ്ഞ് ഞാൻ ജയിക്കട്ടെ, നമുക്ക് എന്നിട്ട് എന്തെങ്കിലും വേണ്ടുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല. ഇപ്പം രണ്ടാമത് ഇപ്പോൾ ഇടിയാൻ തുടങ്ങി. ഇപ്പം അത് ഇടിഞ്ഞ് ഇപ്പം വിളിച്ച് പറഞ്ഞപ്പം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം എന്നാൽ തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി എന്നാ ചെയ്യാമെന്നും അറിയില്ല. ബാക്കി ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇടിയാനുണ്ട്. അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റോഡടക്കം ഇങ്ങോട്ട് വരും. എന്നുവെച്ചാൽ കരിങ്കല്ലിൻ്റെ മേലെയുള്ളത് അധികം ഇതുമില്ല, സ്ഥലവും ഇല്ല അവിടെ. ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇനി റോഡ് അടക്കം അമർന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം അതിനാക്കി തരണം. നമുക്ക് കിടന്നുറങ്ങണ്ടേ? ഇവിടെ ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റ വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു സേഫ്റ്റി എനിക്ക് വേണ്ടേ? ആണുങ്ങളെല്ലാം 4 വരെ പണിക്കും അങ്ങും ഇങ്ങോട്ടും പോകുന്നതാണ്. പിന്നെ ഞാൻ ഒറ്റക്ക് ഇവിടെ ഉണ്ടാവുക. അതിൻ്റേതായൊരു സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും എനിക്കൊരു തീരുമാനം ആക്കി തരണം എന്നുള്ളത് പറയാൻ. മൺകൂനകൾ വീടുകളെ പൂർണ്ണമായും മൂടാൻ സാധ്യതയുള്ളതിനാൽ ഓരോ നിമിഷവും ഭീതിയോടെയാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. റോഡ് തകർന്നാൽ ഗതാഗതം തടസ്സപ്പെടുക മാത്രമല്ല, താഴ്ഭാഗത്തുള്ള വീടുകൾ മണ്ണിനടിയിലാകുമെന്ന വലിയൊരു ദുരന്തത്തിനാണ് തുടക്കമിടുക. അധികൃതർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വൻ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത് ഇവിടെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയ മുതലേ ഇവിടെ ഇടിയാൻ തുടങ്ങിയത്. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് റോഡിൻ്റെ പണി തുടങ്ങിയ മുതൽ ഇവിടെ മൊത്തം ബാക്ക് സൈഡ് മൊത്തം ഇടിയാൻ തുടങ്ങി. ഇതേപോലെ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ മൊത്തം ഇടിഞ്ഞ് വീണിട്ട് ഇതുപോലെ വിളിച്ച് പറഞ്ഞിട്ട് ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും എല്ലാവരോടും പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി ഇതിൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ആൾക്കാർ വരാം, എല്ലാം ചെയ്തു തരാം, ആളെ വിടാം എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതുവരെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്തു. ഇന്ന് രാവിലെയും ഇവിടെ വന്നു, അവർ നോക്കി, ഇത് നമ്മൾ നോക്കിയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതിൻ്റെ പുറകെ വേറെ ഒന്നുമില്ല. കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് അവരോട്, ഇതിൻ്റെ ബേക്കിൽ ഇടിയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന്. ഇതുവരെ ഒന്നുമില്ല. ഇവർ പറഞ്ഞ് ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്തു തരാമെന്ന്. രാത്രി ഇവിടെ കിടന്നുറങ്ങുന്ന അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും പുറത്ത് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി മണ്ണ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആ അമ്മക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി ഓടാൻ പറ്റുമോ? ഈ വീടിൻ്റെ മേലെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ആൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വന്ന് വീണിട്ട് ഈ ചെയ്തു തരാമെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അന്നേരം ഈ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ഇവരൊക്കെ തന്നെയല്ലേ കറക്റ്റ് വോട്ട് സമയമാകുമ്പോൾ എല്ലാവരും വരും. വോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തിട്ട് എല്ലാം ചെയ്തു തരാമെന്ന് മാത്രമേ പറയലുള്ളൂ. ഒന്നുമില്ല, എല്ലാം വെറുതെയാണ്. വരും, ഒന്ന് നോക്കും, മൊത്തത്തിലൊന്ന് നോക്കും, ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരവരെ പാട്ടിന് പോകും. പിന്നെ അതിൻ്റെ പുറകെ ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. അവരെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ അവരെ കൊണ്ട് പറ്റണം. ഇല്ലെങ്കിൽ ഈ സമാധാനത്തിൽ ഈ വീട്ടിലൊന്നും മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മേലെ കെട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ കെട്ടിയ കെട്ടെല്ലാം മൊത്തം ഇടിയും. വെള്ളം കെട്ടിയിട്ട് ആ സൈഡ് മൊത്തം ഇടിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിലോട്ട് മൊത്തമായിട്ട് വരിക. അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ കാണുകയാണെങ്കിൽ അവർ എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു തരണം. എന്തെങ്കിലും ഒരു നടപടിയാക്കി ഇത് ചെയ്തു തന്നേ പറ്റുള്ളൂ.